ലോർഡ്. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനമായിട്ട് ഒരു തവണ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് അവസരമൊരുക്കിയ കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. അപ്പോൾ തന്നെ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ആഴമായ ആത്മീയ ചിന്തകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. യേശുക്രിസ്തു കബർന്നഹൂമിൽ നിൽക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും ദൈവവചനം കേൾക്കാൻ അടുത്തു വന്നു. അവരെ അവൻ കൈക്കൊണ്ടു അവരുടെ കൂടെ ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും അതിനെ വിമർശിക്കുന്നു, പിറുപിറുക്കുന്നു. അപ്പോൾ യേശു 3 ഉപമകൾ പറഞ്ഞു കൊടുത്തു. യേശു വന്ന് പാപത്തെ വെറുക്കുവാനും പാപികളെ സ്നേഹിക്കുവാനും കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനും അത്രേ യേശു വന്നത് എന്ന് അവരെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അവർക്കത് ഗ്രഹിച്ചില്ല. കാരണം അവർ തന്നെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഒരു മതങ്ങളും പുസ്തകങ്ങളും പഠിപ്പിക്കുന്നില്ല. ഇന്ന് ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്നേഹവും മനസ്സലിവുമുള്ള ഒരു ദൈവം മനുഷ്യനെ തേടി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പകൽ യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് കാണാതെ പോയതിനെ അന്വേഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാനാണ്, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് പറയാണ്, എവിടെ ഏതെങ്കിലും വിഷയത്തിൽ കാണാതെ പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ മടക്കി തരാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി വിലയേറിയ രക്തം മുടക്കി നമ്മെ രക്ഷിച്ചു. കാരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാനും നീയും വിലപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വളരെ സന്തോഷമുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് കാണാൻ കഴിയുന്നു. ഈ 15-ാം അധ്യായത്തിനകത്ത് ഓരോ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുവിന് 100 ആടുണ്ട്, അതിലൊന്ന് കാണാതെ പോയി. എവിടെ വെച്ച് കാണാതെ പോയി? മരുഭൂമിയിൽ വെച്ച് കാണാതെ പോയി. 10 ദ്രഹ്മ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ആ 10 ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയി. എവിടെ വെച്ച് കാണാതെ പോയി? അത് വീട്ടിൽ വെച്ച് കാണാതെ പോയി. ഒരു പിതാവിന് 2 തലമുറകൾ ഉണ്ടായിരുന്നു, ആൺ തലമുറകളെ. എന്നാൽ അതിലൊന്ന് കാണാതെ പോയി. അത് ദൂരദേശത്തേക്ക് എവിടെയോ പോയി. ആടിനെ തേടി വന്ന ഇടയന് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. കാണാതെ പോയതിനെ കണ്ടെത്തുന്നവരെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കാണാതെ പോയ ദ്രഹ്മ കണ്ടെത്തുവാൻ വിളക്ക് കത്തിച്ചു ആ സ്ത്രീ. പരിശുദ്ധാത്മാവ് പറയാണ്, ഇന്ന് ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയത്? ആ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തണമെങ്കിൽ ഇന്ന് പകലിൽ നീ വിളക്ക് കത്തിക്കണം. വിളക്ക് എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചനം നിന്നിൽ കത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? ഏത് അവസ്ഥയിലാണ് നഷ്ടപ്പെട്ടു പോയത്? വീട്ടിൽ വെച്ചാണ്, മരുഭൂമിയിൽ വെച്ചാണ്, ദൂരദേശത്ത് വെച്ചാണ്? കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്നത് ശുശ്രൂഷകളാകാം, ആത്മീയ കാഴ്ചപ്പാടുകളായാം, ദർശനങ്ങളായിരിക്കാം, വെളിപ്പാടുകളായിരിക്കാം. ഇന്ന് പകലിൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് വീണു പോയത്? ഇന്ന് പകലിലെ പരിശുദ്ധാത്മാവിനെ മടക്കി തരാൻ പോവുകയാണ്. ആ സ്ത്രീ നഷ്ടപ്പെട്ടു പോയത്, ആ 10 ദ്രഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. വെറുതെ ആ സ്ത്രീ ഇരുന്നില്ല. അത് നഷ്ടപ്പെടുത്തിയെങ്കിൽ അത് കണ്ടെത്തുന്നത് വരെ വിളക്ക് കത്തിച്ചിട്ട് അത് അന്വേഷിക്കാൻ തയ്യാറായി. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ, തിരുവചനം നീ അന്വേഷിക്കുന്നെങ്കിൽ എവിടെയാണ് പോയതെന്ന് പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരും. തിരുവചനം അത് തെളിയിച്ചു തരും. ആ ജീവിതത്തിൽ അത് മടക്കി തരാൻ പോവുകയാണ്. നിന്റെ ആത്മീയ ശുശ്രൂഷ മടക്കി തരിക. ആത്മീയ നന്മകൾ മടക്കി തരിക. സാമ്പത്തിക ഏരിയയിൽ മടക്കി തരും. ഹല്ലേലൂയ. മടങ്ങി കാണാതെ പോയ ദ്രഹ്മ കണ്ടെത്തണമെങ്കിൽ വിളക്ക് കത്തണം. നമ്മുടെ ജീവിതത്തിൽ വിളക്ക് കത്തണം. നിരന്തരമായി തിരുവചനം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ.
മടങ്ങി വന്ന മകനെ അപ്പൻ സ്വീകരിക്കുകയാണ്. ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ദൂരദേശത്തേക്ക് അപ്പന്റെ സ്വത്തുവകകൾ വാങ്ങിയിട്ട് ദൂർത്തടിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയി തീർന്നു. എല്ലാം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വണ്ണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്വന്തം അപ്പന്റെ ഭവനത്തിലേക്ക് ആ മകൻ വരാൻ ആഗ്രഹം വന്നത്. ആഗ്രഹിച്ചത്. ഇന്ന് പകലില് ഏതവസ്ഥയിൽ കിടന്നാലും, എത്ര ശൂന്യമായി പോയാലും, ഏതവസ്ഥയിലായിരിക്കുന്നോ നിന്റെ ജീവിതം, ഇന്ന് പകലില് ആ പിതാവായ അപ്പന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥ നഷ്ടമായത് ആ നഷ്ടത്തെ ലാഭമാക്കുന്നത് പോലെ ആ നഷ്ടങ്ങളെ മടക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കുടുംബജീവിതം നഷ്ടമായിട്ടുണ്ടോ? ജോലി മേഖലയിൽ നഷ്ടമായിട്ടുണ്ടോ? പഠന മേഖലയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ഏരിയയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ കർത്താവുമായുള്ള ബന്ധത്തില് ഒരപ്പന്റെ ലോകപരമായ ഒരു അപ്പന് 2 മക്കളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പിന്നീട് മടങ്ങി അപ്പന്റെ അടുക്കലേക്ക് വന്നതുപോലെ പിതാവ് നമ്മുടെ അപ്പനാണ്. ആ പിതാവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നത് എന്തെങ്കിലും കുറവുകളുണ്ടോ, നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആ പിതാവിലേക്ക് മടങ്ങി ചെല്ലട്ടെ, ആ കർത്താവിലേക്ക് മടങ്ങി ചെല്ലട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കാണാതെ പോയെന്ന് രക്ഷിപ്പാൻ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഇന്ന് പകലില് തിരുവചനം കേൾക്കുന്നവരുടെ മേല് നഷ്ടങ്ങളെ മടക്കി തരാൻ പോവുകയാണ്. വീട്ടിൽ ഒരു പക്ഷേ നഷ്ടമായ ദ്രഹ്മ മടക്കി കിട്ടിയെങ്കിൽ, കാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആടാണെങ്കിൽ അതിനെ മടക്കി കിട്ടിയെങ്കിൽ, നാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ മകനാണെങ്കിൽ അതിനെ മടക്കി കിട്ടിയെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവ കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടം എവിടെയാണ് വന്നത്, ആ ഏരിയയില് ആ ഒരു വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ അവിടുന്ന് വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് അതിനെ മടക്കി തരാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ നീ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. വിളക്ക് കത്തിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടു. നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിന് വേണ്ടി കണ്ടെത്തും വരെ അന്വേഷിപ്പാനുള്ള ഒരു മനസ്സ് ആ സ്ത്രീക്കുണ്ടായിരുന്നു. ഇന്ന് പകലിൽ നിങ്ങൾക്കൊരു വളരെ മനസ്സുണ്ടാകണം. എവിടെ വെച്ച് നഷ്ടമായാലും, ഏത് ഏരിയയിലാണ്, ഏത് സാമ്പത്തിക വിഷയത്തിലാണ്, ഏത് ശുശ്രൂഷയിലാണ് നമുക്ക് നഷ്ടം വന്നത്, അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഈ സ്ത്രീക്കുള്ളതുപോലെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചാട്ടെ, ആരാധിക്കാൻ മനസ്സ് വെച്ചാട്ടെ. എവിടെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കിട്ടാൻ പോവുകയാണ്. കണ്ടെത്തുവാൻ വേണ്ടി ആ സ്ത്രീ വിളക്ക് കത്തിച്ചു. കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ വില കൊടുക്കുന്നവൻ നഷ്ടപ്പെട്ടത് എന്തുമാകട്ടെ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആമേൻ. അങ്ങനെ ഇന്ന് പകലിൽ പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാല്, വില കൊടുക്കാൻ നാം തയ്യാറായി കഴിഞ്ഞാല്, കർത്താവ് അത് മടക്കി തരാൻ പോവുകയാണ്. വചനം പറയുന്നു, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന്. ആമേൻ. ഇന്ന് പകലിൽ അന്വേഷിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്. ആമേൻ. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് നടുവിൽ ദൈവം മറുപടി അയക്കാൻ പോവുകയാണ്. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ചില വിഷയത്തിന് നടുവിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിന്റെ മറുപടി അയക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയി, ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് വർഷങ്ങൾ കൊണ്ട് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് നീ ജോലിക്ക് കടന്നു പോയതാണ്. അന്ന് സ്ഥിരമായി ജോലിയില്ല, ശമ്പളമില്ല. നീ മടങ്ങി വന്ന് ഭവനത്തിനകത്ത് ഒരു റൂമിനകത്ത് ഒതുങ്ങിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാ പറയാണ്, നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, നഷ്ടപ്പെട്ടവളെ പോലെ കുടുംബത്തിനകത്ത് ഒതുങ്ങിപ്പോയെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, കർത്താവ് നിന്റെ മഹത്വം നിന്റെ ജീവിതം വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാല് നിന്റെ ജീവിതം നഷ്ടമായത് എവിടെയാണോ ആ നഷ്ടത്തെ വീണ്ടും മടക്കി തരാൻ പോവുകയാണ്. ജോലി മേഖലയ്ക്കകത്ത്, സാമ്പത്തിക ഏരിയയിലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ വെളിപ്പെട്ട് വരും. ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ. ആത്മീയമായ നഷ്ടം, ഭൗതികമായ നഷ്ടം, ശാരീരികമായ നഷ്ടം, ഈ 3 മേഖലയ്ക്കകത്ത് നഷ്ടം സംഭവിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയാണ്, ഏത് വിഷയത്തിനകത്ത് നഷ്ടം വന്നാല് വിളക്ക് കത്തിയാൽ അത് തിരികെ ലഭിക്കും. തിരുവചനം, ദൈവത്തിന്റെ വചനം നിന്റെ മേൽ കത്തിക്കഴിഞ്ഞാൽ അത് മടക്കി തരും. നീ വിശ്വാസം
വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ദൈവവചനമായ വിളക്ക് എല്ലാവരുടെയും കയ്യിലുണ്ട്, കത്തുന്നവർ ചുരുക്കം മാത്രം. ഹല്ലേലൂയ. തിരുവചനം എല്ലാവരുടെയും കയ്യിലുണ്ട്, ആമേൻ. അത് പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്ന വിളക്കെടുത്തുകൊണ്ട് ആമേൻ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയായി തരുക. ആമേൻ, ദൈവത്തിന്റെ വചനം പ്രകാശിപ്പാൻ ആമേൻ ഓരോരുത്തരെ ഈ നാളുകളിൽ ദൈവം സഹായിക്കട്ടെ. ആമേൻ, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ ദൈവത്തിന്റെ വചനം ദേശത്ത് കത്തട്ടെ, ദൈവത്തിന്റെ വചനം കുടുംബത്തിൽ കത്തട്ടെ, ദൈവത്തിന്റെ വചനം ജോലി മേഖലയിൽ കത്തട്ടെ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷകൾ മേഖലയിൽ കത്തട്ടെ, ദൈവത്തിന്റെ വചനം പരക്കട്ടെ. ആമേൻ, അത് നിങ്ങളിൽ കൂടെ ദൈവവചനം കേൾക്കുന്നവരുടെ മേൽ അത് വലുതായി വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ഇന്ന് പകലില്. എവിടെ വെച്ച് നഷ്ടമായതെങ്കിലും ഈ പകലിൽ വിളക്ക് കത്തിയാൽ അത് മടക്കി ലഭിക്കും. ആമേൻ, വീട്ടിൽ വെച്ച് നഷ്ടമായെങ്കിലും, ദേശത്ത് വെച്ച് നഷ്ടമായെങ്കിലും, കല്ലറയിൽ വെച്ച് നഷ്ടമായെങ്കിലും, ആമേൻ, വചനത്തിന്റെ ശക്തി കത്തിയാൽ പരിശുദ്ധാത്മാവ് പറയുന്നു അത് മടക്കി തരാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ പടകിൽ നഷ്ടം വന്നു. ആമേൻ, ഇന്ന് ആ പടകിന്റെ നഷ്ടം തീർക്കാനായിട്ട് യേശു ആ പടകിൽ കയറി. ആമേൻ, വിളക്ക് കത്തിച്ചു, ദൈവത്തിന്റെ വചനം സംസാരിച്ചു. ആമേൻ, പടകിന്റെ നഷ്ടം മാറി. ആമേൻ, പടകിന്റെ ശൂന്യത മാറി. പടകിൽ നഷ്ടമായതിനെ മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ, ഒരു നിറവിന്റെ അനുഭവം ആ പടകിൽ വന്നെങ്കിൽ ഇന്ന് നിന്റെ വീട്ടിൽ ആമേൻ പല നഷ്ടങ്ങളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ആമേൻ, ആമേൻ പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ആമേൻ, പല ശൂന്യതകളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകലില്ല, ആ നഷ്ടപ്പെട്ടു പോയ എവിടെയാണോ, ഏത് സ്ഥാനത്താണോ, ഇന്ന് വിളക്ക് കത്തട്ടെ. ജീവിതത്തെ സകലതും ആമേൻ മടക്കി തരുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, ഒരു നിമിഷം ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുക, ഒരു നിമിഷം ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. ആ സ്ത്രീ ആമേൻ വിളക്കെടുത്ത് ആമേൻ കത്തിച്ചിട്ട് ആമേൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോ നഷ്ടപ്പെട്ടു പോയത് ആ റൂമിനകത്ത് നിന്ന് ആ ദ്രഹ്മ കിട്ടിയതുപോലെ ഇന്ന് പകലില് തിരുവചനം കേൾക്കുന്നവരുടെ മേല് ആമേൻ നഷ്ടപ്പെട്ടു പോയ സകല കൃപാവരങ്ങളും, നഷ്ടപ്പെട്ടു പോയ ജോലിയും, നഷ്ടപ്പെട്ടു പോയ നന്മകളും, നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളും ആമേൻ എല്ലാം മടക്കി തരാൻ പോവുകയാണ്. വിശ്വസിച്ചാട്ടെ, ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. സ്വർഗത്തിന്റെ വലിയ കൃപ ആമേ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അത് വെളിപ്പെട്ട് വരട്ടെ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം. ആമേ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു. വലിയ ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. അത്ഭുതം പ്രവർത്തിക്കണം. മഹത്വം പിതാവെടുക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.